കൊറിന്ത്യസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലതുകരമുയർത്തി വീശിക്കൊണ്ട് ഏറ്റുപറയാം: കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സെബാസ്റ്റ്യനച്ച, പ്രിയപ്പെട്ട ജോസഫച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം: ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അടുത്തിരിക്കുന്നവർ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം: ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ: ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ വാരത്തിലാണ്. നാളെ പെസഹ വ്യാഴാഴ്ചയാണ് അല്ലേ? പുളിപ്പില്ലാത്ത അപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണോ പോകുന്നത്? അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടില്ല. നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ എന്ത് പറ്റും? പൊളിച്ചു. അപ്പൊ ഓരോന്നും ഉണ്ടാക്കി വെക്കേണ്ട ഒരു സമയമുണ്ട് അല്ലേ? ഹല്ലേലൂയ. അതുപോലെ തന്നെ കർത്താവിനറിയാം നമ്മെ എപ്പോഴാണ് അനുഗ്രഹിക്കേണ്ടതെന്ന്. നേരത്തെ അനുഗ്രഹിച്ച എന്ത് പറ്റും? ആ അനുഗ്രഹം പൊളിച്ചു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മെ അനുഗ്രഹിക്കുന്നതിൽ കർത്താവ് വൈകുകയില്ല. നമ്മൾ അച്ഛൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ആരാണ് പുളിപ്പില്ലാത്ത അപ്പം? ആരാണ് പുളിപ്പില്ലാത്ത അപ്പം? ഈശോയാണ് പുളിപ്പില്ലാത്ത അപ്പം. അപ്പോൾ നമ്മൾ പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കുന്നതിന്റെ സിംബോളിക് മീനിങ് എന്താണ്? നമ്മൾ എന്തിന് പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കണം? അതിന്റെ ചരിത്രപരമായ പെസഹായുടെ ചരിത്രം നിങ്ങൾക്കറിയാം. അതവിടെ നിൽക്കട്ടെ. ഈശോയെ പൗലോസ് അപ്പോസ്തലൻ അവതരിപ്പിക്കുന്നത് ആ പുളിപ്പില്ലാത്ത അപ്പം ഈശോ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് അശുദ്ധിയും തിന്മയുമില്ലാത്ത ദൈവത്തിന്റെ അപ്പം, മനുഷ്യന് വേണ്ടി നൽകപ്പെട്ട ആ പുളിപ്പില്ലാത്ത അപ്പം, ആ പെസഹ കുഞ്ഞാട് മാത്രമല്ല, ആ പെസഹ അപ്പവും ആരാണ്? ഈശോയാണ്. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കുന്നവർ എന്ത് ചിന്തിച്ചുകൊണ്ടാണ് ഈ പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കേണ്ടത്? നമ്മൾ ആരെയാണ് ബേക്ക് ചെയ്യുന്നത്? എന്താണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്? പെസഹ അപ്പം വേവിച്ചെടുക്കുന്നു. അതായത് ക്രിസ്തുവിനെ വേവിച്ചെടുക്കുന്നു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അതുകൊണ്ടാണ് ചില പാരമ്പര്യങ്ങളിൽ എപ്പോഴാണ് എങ്ങനെയാണ് പെസഹ അപ്പം ഉണ്ടാക്കേണ്ടത് എന്നൊക്കെയുള്ള പ്രാർത്ഥനകളും അതിൻ്റെ പഠനങ്ങളുമുണ്ട്. ചില സഭാ സമൂഹങ്ങളിൽ ബുധനാഴ്ച വൈകുന്നേരമാണ് പ്രാർത്ഥനാ ശുശ്രൂഷ. വ്യാഴാഴ്ച ഒരു പ്രാർത്ഥനയില്ല. വ്യാഴാഴ്ച കാലത്തുടങ്ങി വൈകുന്നേരം വരെ അവർ പെസഹാപ്പം ഉണ്ടാക്കണം. പെസഹാപ്പം ഉണ്ടാക്കുന്നതാണ് അന്നത്തെ അവരുടെ ശുശ്രൂഷ. ഹല്ലേലൂയ. അത് വെയിലത്തൊക്കെ വെച്ച് ഉണക്കി, മനസ്സിലായി, വെയിലത്തൊക്കെ വെച്ച് ഉള്ളിയൊക്കെ ഇട്ട് ഉണക്കിയെടുത്ത് നല്ല രുചികരമായി പെസഹ അപ്പം ഉണ്ടാക്കുക. പ്രിയപ്പെട്ടവരെ, അത് ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനഭാഗം നമുക്ക് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 1-ാം കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ തിരുവചനം ഒന്ന് വായിക്കാം. 7ഉം 8ഉം തിരുവചനങ്ങൾ വായിക്കാം. നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവ് ആകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവിൻ. ഈ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളിലെ പുളിപ്പില്ലാത്ത മാവ് ആരാണ്? നമ്മളാണ്, സഭയാണ്, വിശ്വാസികളാണ്. ഹല്ലേലൂയ. നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവാകേണ്ടതിന്. അത് പുളിപ്പില്ലാത്ത അപ്പമുണ്ടാക്കുന്ന ചേച്ചിയും ചേട്ടനും മാത്രമല്ല, നിങ്ങൾ എല്ലാ വിശ്വാസികളും പുളിപ്പില്ലാത്ത പുതിയ മാവ് ആകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവിൻ. എന്താണ് പ്രിയപ്പെട്ടവരെ പഴയ പുളിപ്പെന്ന് പറയുന്നത്? അതിനെയാണ് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് 2 തരത്തിലുള്ള മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്ന്, നമുക്കത് വചനഭാഗം വായിക്കാം. 41 കൊറിന്തോസ് അധ്യായം 15 45 മുതലുള്ള തിരുവചനങ്ങളാ വായിക്കാം. ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു എന്നെഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ ആദം എന്ന ആ പേര് ആരെ സൂചിപ്പിക്കുന്നതാണ്? മനുഷ്യനെ സൂചിപ്പിക്കുന്നതാണ്. ആദ്യത്തെ മനുഷ്യൻ, അവസാനത്തെ മനുഷ്യൻ. 2 മനുഷ്യന്റെയും പേരെന്താണ്? ആദം എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ആദ്യത്തെ മനുഷ്യന് ഒരു വ്യത്യാസമുണ്ട്. ആദ്യത്തെ മനുഷ്യൻ എന്തായിരുന്നു? അവൻ ജീവനുള്ളവനായി തീർന്നു. വ്യത്യാസം മനസ്സിലായോ? ആദ്യത്തെ മനുഷ്യൻ അവന് ജീവനുണ്ടായിരുന്നില്ല. അവൻ ജീവനുള്ളവനായി, ജീവൻ സ്വീകരിക്കുന്നവനായി തീർന്നു. ശ്രദ്ധിച്ചു കേൾക്കണം, വലിയൊരു ദൈവശാസ്ത്രമാണ്. ജീവനുള്ളവനായി തീർന്നു. രണ്ടാമത്തെ മനുഷ്യൻ എന്തായിട്ട് തീർന്നു? ജീവദാതാവായിട്ട് തീർന്നു. ഒരാള് ജീവൻ സ്വീകരിക്കുന്നവനായി. അവസാനത്തെ മനുഷ്യൻ ജീവൻ കൊടുക്കുന്നവനായി മാറി. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമ്മുടെ ഇന്നത്തെ സ്റ്റാറ്റസ് ഏതാണ്? നമ്മളിപ്പോൾ ആരുടെ പോലെയാണ്? ജീവദാതാവാണ്, ജീവൻ കൊടുക്കുന്നവരാണ് അവസാനത്തെ ആദം, ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് 46-ാമത്തെ തിരുവചനം വായിച്ചോ. എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല, ഭൗതികനാണ്. ആദ്യത്തെ മനുഷ്യൻ, ഈ ജീവൻ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, അവനെ പറയുന്ന പേരാണ് ഭൗതിക മനുഷ്യൻ. എന്താണ് ഭൗതിക മനുഷ്യൻ? ഭൗതിക മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത്?
ഭൗതിക കാര്യങ്ങളാണ് അവൻ ചിന്തിക്കുന്നത്. ഒരു ദിവസം ഒരു സഹോദരൻ എറണാകുളത്ത് നിന്ന് അനുവാദമൊക്കെ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, വ്യാഴാഴ്ച കാലത്ത് വന്നാൽ മതി. വ്യാഴാഴ്ചത്തെ ശുശ്രൂഷയൊക്കെ കൂടി ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് അച്ഛൻ കണ്ട് അനുഗ്രഹമൊക്കെ തന്ന് പറഞ്ഞു വിടാം. അപ്പോ ഈ സഹോദരൻ ചൊവ്വാഴ്ച വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഞാൻ വണ്ടി കയറി. അങ്ങനെ ബുധനാഴ്ച ഇവിടെ വന്നു. ബുധനാഴ്ച വന്ന്, അച്ഛൻ ഞാൻ ഇത്രയും ദൂരം നിന്ന് വരുന്നതല്ലേ, എങ്ങനെയെങ്കിലും കാണാതെ പോകാതിരിക്കാൻ അച്ഛൻ പറഞ്ഞിട്ടല്ലേ വന്നത്. അച്ഛൻ പറഞ്ഞു, നിങ്ങളോട് വ്യാഴാഴ്ച വരാനില്ല. അപ്പൊ എന്തായാലും ബുധനാഴ്ച വന്ന് അയാൾ പറഞ്ഞൊക്കെ കേട്ട്, എന്നിട്ട് അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്ത്, മുറിയുണ്ട് അവിടെ താമസിച്ചിട്ട് വ്യാഴാഴ്ച കഴിഞ്ഞ്, ഇല്ല അച്ഛൻ എനിക്ക് പോകണം, പോയിട്ട് തിരക്കുണ്ട്. അങ്ങനെ വ്യാഴാഴ്ചത്തെ ശുശ്രൂഷ കൂടാതെ പോവാൻ നേരത്തെ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്തോ, നിങ്ങളൊരു കാര്യം ചെയ്യ്, പാലാരിവട്ടത്ത് കൺവെൻഷനുണ്ട്, അദ്ദേഹത്തിന്റെ നാടാണ്, അവിടെ 5 മണിക്ക് ശുശ്രൂഷ കൊടുക്കും, 4:30 തന്നെ വന്നോ. അത് കഴിഞ്ഞിട്ട് 9 മണിയൊക്കെ ആകുമ്പോഴേക്കും ശുശ്രൂഷ കഴിയും. 9:30 അച്ഛൻ കാണാം, ബാക്കി പറയാനുള്ളത് അപ്പം പറയാന്ന് പറയും. ശരി അച്ഛൻ എന്ന് പറഞ്ഞ് ഇദ്ദേഹം പോയിട്ട് അവിടെ വന്നു കൃത്യം. അപ്പൊ അച്ഛൻ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. അച്ഛൻ ചോദിച്ചു, എപ്പോ വന്നു? 9:30 ആയപ്പോ വന്നു അച്ഛൻ. 9:30 കാണാന്നല്ലേ പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, ഭൗതിക മനുഷ്യന്റെ അവൻ ആത്മീയമായ അനുഗ്രഹങ്ങൾ വേണം. പക്ഷേ അവൻ ചിന്തിക്കുന്നതും അവൻ ചരിക്കുന്നതുമെല്ലാം ഭൗതികമായ ചിന്താരീതികളിലൂടെയാണ്. അവന് നൊയമ്പ് കാലമൊന്നുമില്ല, വിശുദ്ധവാരമൊന്നുമില്ല. സിനിമ കാണാൻ തോന്നുമ്പോ, പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കുമ്പോ പോവാണ്. എന്നാൽ ഇത് നിന്റെ ആത്മീയ ജീവിതത്തെ വളർത്തുകയില്ല എന്ന് ചിന്തിക്കാനോ അത് നിനക്ക് ഗുണകരമാവുകയില്ല എന്ന് മനസ്സിലാക്കി അത് വേണ്ട എന്ന് വയ്ക്കാനോ ഭൗതിക മനുഷ്യന് സാധിക്കുന്നില്ല. അവന്റെ സിനിമ റിലീസായിട്ടുണ്ട്, പോവാണ്, എല്ലാവരും കാണാൻ പോകുന്നുണ്ട്. ഇതാണ് ഭൗതിക മനുഷ്യന്റെ ചില ട്രെയ്റ്റ്സ് പറഞ്ഞു എന്നുള്ള അച്ഛൻ. ഹല്ലേലൂയ. അപ്പോൾ ആദ്യത്തെ മനുഷ്യൻ എങ്ങനെയുള്ളവനാണ്? ഭൗതിക മനുഷ്യനാണ്. അവനോട് ആരെങ്കിലും തല്ലുപിടിക്കാൻ ചെന്നാൽ അവൻ എന്ത് ചെയ്യും? തിരിച്ച് എന്നെ കടിച്ചു കീറാൻ വന്നാൽ ഞാനും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ഒരു കണ്ണുരുട്ടി കാണിച്ചാൽ ഞാൻ 2 കണ്ണുരുട്ടി. ഹല്ലേലൂയ. എന്നോട് ഒച്ച വെച്ച് സംസാരിച്ചാൽ ഞാനും. ഇതാരാണ്? ഭൗതിക മനുഷ്യൻ. നമ്മൾ ആരെക്കുറിച്ചും അല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഭൗതിക മനുഷ്യൻ ചില നേരത്ത് മിണ്ടാതിരിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യുകയില്ല? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതാണ് ഭൗതിക മനുഷ്യൻ. ഇനി 47-ാമത്തെ തിരുവചനം ഒന്ന് വായിച്ചു. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്. അവൻ ഭൂമിയിൽ, ആദ്യ മനുഷ്യൻ എന്ന് പറയുന്നത് ആദത്തെയാണ്, ഈശോയ്ക്ക് മുമ്പുള്ള മനുഷ്യരെയാണ്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്. അവൻ ടെൻഷൻ അടിക്കാൻ തോന്നുമ്പോ എന്ത് ചെയ്യും? ടെൻഷൻ അടിക്കുക. ആത്മീയ മനുഷ്യൻ ടെൻഷൻ അടിക്കാൻ തോന്നുമ്പോ എന്ത് ചെയ്യും? കർത്താവിൽ ആശ്രയിക്കും. അതാണ് വ്യത്യാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്. ഇനി രണ്ടാമത്തെ മനുഷ്യനോ, അവൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെ നിന്നുള്ളവരാണ്?
അല്ല, അത് ശരിയാണ്. ചില ആളുകൾ നീ ഇപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നതാണല്ലോ എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്, അല്ലേ? ഹല്ലേലൂയ. നമ്മൾ എവിടെ നിന്നുള്ളവരാണ്? ആളുകൾ കളിയാക്കി പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വർഗത്തിൽ നിന്നുള്ളവര് തന്നെയാണ്. ചില ആളുകൾ നമ്മൾ ഇപ്പൊ നീ ഇപ്പൊ മുകളിൽ നിന്ന് ഇറങ്ങി വന്നതല്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? അതെ, ഞാൻ മുകളിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അപ്പോൾ ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്. രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്. സ്വർഗത്തിൽ നിന്നുള്ളവന്റെ പേരെന്താണ്? ഈശോ എന്നാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ, ഈശോയേ. ഇനി 48-ാമത്തെ തിരുവചനം. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികരും. ഭൂമിയിൽ നിന്ന് വന്ന മനുഷ്യരെ പോലെയാണ്. അവർക്ക് വിളിക്കുന്ന പേരാണ് ഭൗമിക മനുഷ്യർ. നമ്മൾ ചില നേരത്ത് പറയാറുണ്ട്, നമ്മളും ചോറൊക്കെയാണ് തിന്നുന്നത്, നമ്മളും ഈ ഭൂമിയിൽ നിന്ന് രൂപപ്പെട്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് ചില നേരത്ത് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കും എന്ന്, ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചില നേരത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയുന്നവരെ വിളിക്കുന്ന പേരാണ് ഭൗമികർ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഭൗമികരായി ജീവിക്കുന്നവരെ വചനം വിളിക്കുന്ന പേരാണ് പുളിച്ച മാവ്. അങ്ങനെ പുളിച്ച മാവ് പോലെ ജീവിക്കുന്ന നമ്മൾ പുളിപ്പില്ലാത്ത മാവായി തീരണം. അതിനാണ് നാളെ നമ്മൾ പെസഹ ആഘോഷിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ 1 കൊരിന്ത്യർ 15:48, ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും. കൈയടിച്ച് കർത്താവിൽ നിന്ന്. സ്വർഗീയത്തിൽ നിന്നുള്ളവന്റെ പേരെന്താണ്? ഈശോ എന്നാണ്. നമ്മൾ സ്വർഗീയരായ മനുഷ്യരാണോ എന്നറിയാൻ എന്ത് പരിശോധിച്ചാൽ മതി? ശ്രദ്ധിക്കുക. സ്വർഗത്തിൽ നിന്നുള്ള മനുഷ്യന്റെ പേരെന്താണ്? ഈശോ എന്നാണ്. നമ്മൾ സ്വർഗീയ മനുഷ്യരാണോ എന്ന് പരിശോധിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഈശോയെ പോലെയാണോ എന്ന് പരിശോധിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ, നമ്മൾ ഈശോയെ പോലെ ആകുമ്പോഴാണ് നമ്മൾ സ്വർഗീയരായി മാറുന്നത്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴാണ് സ്വർഗീയരായി മാറുന്നത്? ഈശോയെ പോലെ ആകുമ്പോഴാണ്. നമ്മൾ ഈശോയെ പോലെ ആകുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരെന്താണ്? രൂപാന്തരീകരണം. ഹല്ലേലൂയ. അങ്ങനെ രൂപാന്തരീകരണം സംഭവിച്ച് നമ്മൾ സ്വർഗീയ മനുഷ്യരായി മാറും. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ സ്വർഗീയ മനുഷ്യരായി തീർന്നിട്ടുണ്ടോ? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ച്, തല മുമ്പിട്ടിരിക്കല്ലേ, ചോദിക്കുന്നത് കേക്ക്. ഹല്ലേലൂയ. നീ സ്വർഗീയ മനുഷ്യത്തി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും ഭയങ്കര ഗൗരവത്തിൽ ഇങ്ങനെ ഇരിക്കും. സ്വർഗീയ മനുഷ്യരായി കുറച്ചൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട്, ഇല്ലേ? ഇനിയും കുറെ മാറാനുണ്ട്. നമ്മൾ ഇപ്പോഴും കുറച്ചൊക്കെ പുളിപ്പില്ലാത്ത അപ്പവും കുറെയൊക്കെ പുളിപ്പുള്ള അപ്പവുമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പൂർണ്ണമായും പുളിപ്പില്ലാത്ത അപ്പമായി മാറുമ്പോ നമ്മൾ ദിവ്യകാരുണ്യം പോലെയാകും. തിരുവോസ്തി പോലെ പരിശുദ്ധരായി. നമ്മുടെ ഒരു പ്രാർത്ഥന എങ്ങനെയാണ്?
തിരുവോസ്തി പോലെ പരിശുദ്ധരായി ഞങ്ങളെ കാക്കണമേ. തിരുവോസ്തി രൂപനാം യേശുനാഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവോസ്തി പോൽ പരിശുദ്ധരായി ഞങ്ങളെ കാക്കണേ, ഞങ്ങളിൽ വാഴണേ. തിരുവോസ്തി രൂപനം യേശുനാഥ. പടം. തിരുവോസ്തി പോൽ പരിശുദ്ധരായി ഞങ്ങളെ കാക്കണേ, ഞങ്ങളിൽ വാഴണേ. തിരുവോസ്തി രൂപനം യേശുനാഥ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ വചനം പറയുകയാണ്, ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമീകരും. ഭൂമിയിൽ നിന്നുള്ള ആദം ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. ഭൂമിയിൽ നിന്നുള്ള കായേൻ ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. ഭൂമിയിൽ നിന്നുള്ള പല മനുഷ്യരും എങ്ങനെയാണ് പെരുമാറിയത്? അവർ ഭൗമികരായ മനുഷ്യരായിരുന്നു. അവര് തിന്നുന്നു, അവര് കുടിക്കുന്നു, അവരെങ്ങനെ തങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥതയിൽ ജീവിക്കുന്നു, അഹങ്കാരത്തിൽ ജീവിക്കുന്നു, പ്രാർത്ഥനയില്ലാതെ ജീവിക്കുന്നു. അവർ തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു, തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് സംസാരിക്കുന്നു, തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് യാത്ര ചെയ്യുന്നു, ഇടപാടുകൾ നടത്തുന്നു. അവരെയാണ് ഭൗമിക മനുഷ്യരെന്ന് പറയുന്നത്. അവര് നൊയമ്പെടുത്തിട്ടുണ്ടെങ്കിലും ഈസ്റ്ററിന്റെ അന്ന് കുടിക്കാനുള്ളത് കട്ടിലിനടിയിൽ കരുതി വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ഭൗമിക മനുഷ്യരായത് അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നൊയമ്പെടുത്തത് കൊണ്ട് അവന് സ്വർഗീയമായ മനുഷ്യനാകാൻ ഒരു സാധ്യതയായിരുന്നു. പക്ഷേ അവൻ ആ സാധ്യത നൊയമ്പൊക്കെ എടുത്തെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈസ്റ്ററിന്റെ അന്ന് ഞങ്ങൾ എങ്ങനെയായാലും 50 ദിവസം കാത്തിരുന്നതല്ല. വീണ്ടും എങ്ങനെയുള്ള മനുഷ്യരായി മാറി? ഭൗമിക മനുഷ്യരായി. ഹല്ലേലൂയ. അതുകൊണ്ട് അച്ഛനെ ഇപ്പോൾ ഇവിടെയും ഓൺലൈനിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതൽ ആളുണ്ടെന്ന് തോന്നുന്നു. കേൾക്കുന്നവരൊരു കാര്യം തീരുമാനിക്കണം. ഈസ്റ്ററിന്റെ അന്ന് മദ്യപിക്കരുത്. ഈസ്റ്ററിന്റെ അന്ന് നിങ്ങൾ ഭൗമിക മനുഷ്യരായി മാറരുത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് നിങ്ങൾ കള്ളുകുടിച്ച് കിടന്നുറങ്ങരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി 49-ാമത്തെ തിരുവചനം. പ്രിയപ്പെട്ടവരെ, അച്ഛൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ വചനഭാഗത്ത് ഒത്തിരിയേറെ പഠനങ്ങൾക്ക്, വിചിന്തനങ്ങൾക്ക്, പ്രബന്ധങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു വചനഭാഗമാണ്. ഏറ്റവും ലളിതമായി അവതരിപ്പിക്കാൻ പരിശ്രമിക്കുകയാണ്. 49-ാമത്തെ തിരുവചനം. നമ്മൾ ഭൗമികന്റെ സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും ധരിക്കും. പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, നമുക്കിപ്പോൾ ആരുടെ സാദൃശ്യമാണുള്ളത്? ഭൗമിക സാദൃശ്യമാണുള്ളത്. കാരണം നമുക്ക് വിശക്കുന്നു അല്ലേ? എന്തുകൊണ്ടാണ്? നമ്മൾ ഭൗമിക മനുഷ്യരായത് കൊണ്ടാണ്. നമുക്ക് ദാഹിക്കുന്നു. എന്തുകൊണ്ടാണ്? ഭൗമിക മനുഷ്യനായത് കൊണ്ടാണ്. നമുക്ക് വിശക്കുന്നു, ദാഹിക്കുന്നു. നമുക്ക് ചൂടെടുക്കുന്നു. എന്തുകൊണ്ടാണ്? ഭൗമിക മനുഷ്യനായത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഏത് സാദൃശ്യമാണ് ധരിച്ചിരിക്കുന്നത്? ഭൗമിക മനുഷ്യന്റെ സാദൃശ്യം ധരിച്ചിരിക്കുകയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്രകാരം ഭൗമിക മനുഷ്യന്റെ സാദൃശ്യം ധരിച്ചിരിക്കുന്ന നമ്മൾ ഇത് ധരിച്ചതുപോലെ തന്നെ, പരിശുദ്ധാത്മാവ് പറയാണേ, 1 കൊരിന്ത്യർ 15:49, ഇതുപോലെ തന്നെ നമ്മൾ സ്വർഗീയനായ മനുഷ്യന്റെ, അതായത് യേശുക്രിസ്തുവിന്റെ സാദൃശ്യവും ധരിക്കും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം.
അതൊരു ഫ്യൂച്ചർ ടെൻസിൽ എഴുതിയിരിക്കുകയാണ്. മറ്റേത് പാസ്റ്റ് ടെൻസ് ആണ്. നമ്മൾ ധരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പെർഫെക്റ്റ് പ്രസന്റ് ആണ്. അത് ധരിച്ചിരിക്കുകയാണ്. വി ഹാവ്, നമ്മളത് ധരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ധരിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് സ്വർഗീയമായ മനുഷ്യന്റെ സാദൃശ്യം ലഭിക്കും. എപ്പോ ലഭിക്കും? ഈശോയെ പോലെ ആകുമ്പോൾ, രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ, രൂപാന്തരീകരണത്തിന്റെ ആ അനന്തമായ സാധ്യത നിങ്ങൾ സ്വർഗീയമായ മനുഷ്യന്റെ, അതായത് യേശു ക്രിസ്തുവിന്റെ സാദൃശ്യം നിങ്ങൾ ധരിക്കും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. നിങ്ങളുടെ ചിന്തകൾ ആരുടെ ചിന്തകൾ പോലെയാകും? നിങ്ങളുടെ വാക്കുകൾ ആരുടെ വാക്കുകളെ പോലെയാകും? നിങ്ങളുടെ സ്വഭാവം ആരുടെ സ്വഭാവം പോലെയാകും? ഇപ്പോ നമ്മുടെ സ്വഭാവം ആരുടെ സ്വഭാവം പോലെയാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്വർഗീയ മനുഷ്യന്റെ സാദൃശ്യം ധരിക്കുന്നതിന്റെ ഒരു മുൻ ആസ്വാദനമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതീകമാണ് പെസഹ അപ്പം എന്ന് പറയുന്നത്. പുളിപ്പുള്ളവരായ നമ്മൾ പുളിപ്പില്ലാത്ത അപ്പമായി മാറും. നമുക്കറിയാം, തിരുവോസ്തി ബലിവേദിയിൽ നമ്മൾ അർപ്പണം ചെയ്യുന്ന തിരുവോസ്തി അത് എങ്ങനത്തെ അപ്പമാണ്? പുളിപ്പില്ലാത്ത അപ്പമാണ്. പെസഹ വ്യാഴാഴ്ച മാത്രമല്ല അൾത്താരയിൽ പുളിപ്പില്ലാത്ത അപ്പം ഉള്ളത്. അൾത്താരയിൽ എല്ലാ ദിവസവുമുള്ള അപ്പം പുളിപ്പില്ലാത്ത അപ്പമാണ്. കൈയടിച്ച് കർത്താവിന് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വലിയ തിരുവോസ്തി പുളിപ്പില്ലാത്ത അപ്പമായിരിക്കുന്നത് പോലെ തന്നെ, വലിയ തിരുവോസ്തി മാത്രമാണോ പുളിപ്പില്ലാത്തത്? ഈ ചെറിയ തിരുവോസ്തികളും പുളിപ്പില്ലാത്ത അപ്പമാണ്. ഈ ചെറിയ തിരുവോസ്തി ആരെയാണ് സൂചിപ്പിക്കുന്നത്? അല്ല, നമ്മളെ ഓരോരുത്തരെയുമാണ് സൂചിപ്പിക്കുന്നത്. വലിയ തിരുവോസ്തിയായ ഈശോയോടൊപ്പം കർത്താവെ, ഞങ്ങളെയും ആ ചെറിയ തിരുവോസ്തിയാക്കി മാറ്റണമേ. വീഞ്ഞിൽ കലർത്തുന്ന ഒരു തുള്ളി രക്തം, വീഞ്ഞ് മാത്രമാണോ ഈശോയുടെ രക്തമായി മാറുന്നത്? അല്ല, അതിൽ ഒരു തുള്ളി വെള്ളം കലർത്തിയിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയിൽ പങ്കുകാരനായതുപോലെ അങ്ങയുടെ ദൈവീക പ്രകൃതിയിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ. ഈശോയുടെ ദൈവീക പ്രകൃതിയുടെ അടയാളമാണ് വീഞ്ഞ്. മനുഷ്യന്റെ ആ മനുഷ്യപ്രകൃതിയുടെ, നമ്മുടെ മനുഷ്യപ്രകൃതിയുടെ സൂചനയാണ് ആ ഒരു തുള്ളി വെള്ളം. ഈ ഒരു തുള്ളി വെള്ളം ഈ വീഞ്ഞില് കലർത്തി കഴിയുമ്പോ, ഈ വീഞ്ഞും ആ കലർത്തപ്പെട്ട ഒരു തുള്ളി വെള്ളവും ഈശോയുടെ രക്തമായി മാറി. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പൗലോസ് എഴുതുകയാണ്, 1 കൊരിന്ത്യർ 5:7 വീണ്ടും വായിച്ചേ. 1 കൊരിന്ത്യർ 5:7, നിങ്ങൾ പുളിപ്പില്ലാത്ത മാവാകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവിൻ. നമ്മുടെ ജീവിതത്തിൽ ചില പഴയ പുളിപ്പുകളുണ്ടോ? ഒരു 7 പുളിപ്പുകളുടെ പേര് പൗലോസ് അപ്പോസ്തലൻ തുടർന്ന് പറയുന്നുണ്ട്. നമുക്ക് വായിക്കാം. പഴയ പുളിപ്പ് നീക്കിക്കളയുവിൻ. ഇനി വായിച്ചേ. അപ്പോ ഒരു കാര്യം മനസ്സിൽ വെക്കണം, പുളിപ്പില്ലാത്ത മാവായി തീരേണ്ടതാരാണ്? ഞാനാണ്. ആരാണ്? ഞാനാണ്. ആദ്യം നന്നാവേണ്ടതാരാണ്? അല്ലേ? ആദ്യം നീ നിന്നെ തന്നെ നന്നാക്ക്, പിന്നെ സ്വയം നന്നാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അപ്പോൾ 7-ാമത്തെ തിരുവചനത്തിന്റെ ബാക്കി ഭാഗം വീണ്ടും നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കേണ്ടവരാണല്ലോ. നിങ്ങൾ ഉണ്ടാക്കുന്ന അപ്പമല്ല പുളിപ്പില്ലാത്തതായി തീരേണ്ടത്, നിങ്ങൾ പുളിപ്പില്ലാത്തവരാകേണ്ടവരാണല്ലോ. തുടർന്ന് വായിച്ചേ. എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കണം, എങ്ങനെയാണ് നമ്മൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കുന്നത്? ശ്രദ്ധിച്ച് പോണം, ഒരു വാക്ക് വിട്ടുപോരുത്. എങ്ങനെയാണ് നമ്മൾ പുളിപ്പില്ലാത്തവരായിരിക്കുന്നത്? അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പറഞ്ഞു. വെരി ഗുഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമ്മൾ പുളിപ്പില്ലാത്തവരായി തീരാൻ വേണ്ടി ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഈശോ കുരിശ് വഹിച്ചതും ഈശോ കുരിശിൽ തൂങ്ങി മരിച്ചതും എന്തിനു വേണ്ടി? നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി തീർന്നതും എന്തിനു വേണ്ടിയാണ്? നമ്മൾ പുളിപ്പില്ലാത്തവരായി തീരാൻ വേണ്ടിയാണ്. അതായത് നമ്മളിൽ തിന്മയുടെ, പാപത്തിന്റെ കറകളും കടങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈശോ ബലിയർപ്പിക്കപ്പെട്ടത്. ശക്തിയോടെ കൈയടിച്ച് ഏറ്റെടുത്തു. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ. അപ്പോൾ ഈശോ ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നെ പുളിപ്പില്ലാത്തപ്പമാക്കി തീർക്കാൻ. ഇതിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. ഈശോ കുരിശിൽ മരിച്ചിരിക്കുന്നു എന്നെ പുളിപ്പില്ലാത്തപ്പമാക്കി തീർക്കാൻ. ഈശോയോട് പ്രാർത്ഥിക്കണം. കുരിശിന്റെ വഴി നടക്കുമ്പോൾ പ്രാർത്ഥിക്കണം. എന്താണ്? എനിക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട ഈശോയെ എന്നെ പുളിപ്പില്ലാത്തപ്പമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. കുരിശിന്റെ വഴി നടക്കുമ്പോൾ വേറൊന്നും ചിന്തിക്കരുത്. അവരൊന്നും സ്വരത്തിൽ ചെല്ലുന്നില്ലല്ലോ, അല്ലെങ്കിൽ അയ്യോ ഇതെന്തിരി ചൂടാണ് കർത്താവേ, അല്ലെങ്കിൽ മഴ പെയ്യാൻ സാധ്യത ഉണ്ടോ എന്നൊന്നും ചിന്തിക്കരുത്. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഈശോയെ എന്നെ പുളിപ്പില്ലാത്തപ്പമാക്കണമേ. ഇനി തുടർന്ന് വായിച്ച്. അതിനാൽ അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പ് കൊണ്ടല്ല. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പുളിപ്പിനെ ഒരു മൊത്തത്തിൽ പറയുകയാണ്. എന്താണ് പുളിപ്പ്? അശുദ്ധി എന്ന് പറയുന്നത് ഒരു പുളിപ്പാണ്. നിന്റെ ഹൃദയത്തിൽ അശുദ്ധി കിടക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? പുളിപ്പാണ്. തിന്മ കിടക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? പുളിപ്പാണ്. അപ്പൊ അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പ്, അത് പലതും ആകാം. അത് വഞ്ചനയാകാം, അത് ഭയമാകാം. അശുദ്ധി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. തിന്മ എന്ന് പറയുമ്പോൾ പല മേഖലകളുണ്ട്. അപ്പോ അശുദ്ധി, വഞ്ചന, ഭയം, അലസത, അഹങ്കാരം, അസൂയ, അധികാരമോഹം, കോപം, അങ്ങനെ തുടങ്ങിയ ഒത്തിരിയേറെ പുളിപ്പുകള്, അശുദ്ധിയും തിന്മയുമാകുന്ന പുളിപ്പുകൾ എന്ത് ചെയ്യണം? അതാണ് പഴയ പുളിപ്പ്. അത് നീക്കിക്കളയണം. എന്നിട്ട് പുളിപ്പില്ലാത്തവരാകണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? വായിച്ചേ. ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ പെസഹ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നിന്റെ വീട്ടിലുണ്ടാകേണ്ട ആ പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയുന്നത് ആരാണ്? അത് നീയാണ്. നീ പുളിപ്പില്ലാത്ത അപ്പമാകണമെങ്കിൽ നിന്റെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാകണം? ആത്മാർത്ഥതയുണ്ടാകണം,
സത്യമുണ്ടാകണം. ഇത് രണ്ടും ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. ഇല്ലേ? ഈസ്റ്ററിന് 2 കാര്യങ്ങൾ മാത്രം മേടിക്കാൻ മറന്നുപോയി. താറാവ് മേടിച്ചു. ഇല്ലേ? താറാവ് മേടിക്കാറുണ്ടോ നിങ്ങൾ? ഇല്ല, ഇവിടെ കിട്ടൂല. ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവരും, കുട്ടനാട്ടിൽ നിന്ന്. പോർക്ക് മേടിക്കാറില്ലേ? പോത്ത് മേടിക്കാറില്ല. കോഴി മേടിക്കാറില്ല. പിന്നെ 2 കാര്യം മാത്രം മേടിക്കാൻ മറന്നുപോയി. എന്തൊക്കെയാണ്? ആത്മാർത്ഥതയും സത്യം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും പൂർണ്ണതയാണ് ക്രിസ്തു. ആ ക്രിസ്തു ഉണ്ട്. പക്ഷേ നീയും ആത്മാർത്ഥതയും സത്യവുമുള്ളവനാണെങ്കിലേ നിനക്ക് പെസഹായുള്ളൂ. അല്ലെങ്കിൽ നീ പെസഹായില്ലാത്തവനാണ്. ആത്മാർത്ഥതയും സത്യവുമില്ലാത്ത ഭവനമാണ് നിന്റെ ഭവനമെങ്കിൽ നിന്റെ ഭവനം പെസഹായില്ലാത്ത ഭവനമാണ്. നിന്റെ ഹൃദയത്തിൽ കർത്താവിനോടും മനുഷ്യരോടും ആത്മാർത്ഥതയും സത്യവുമില്ലെങ്കിൽ നിന്റെ ഹൃദയം പെസഹായില്ലാത്ത ഹൃദയമാണ്. നീ 100 പെസഹ അപ്പമുണ്ടാക്കിയാലും 1000 കുരുത്തോല ഇട്ട് അപ്പമുണ്ടാക്കിയാലും 10,000 കുരിശ് നീ ഉണ്ടാക്കുന്ന അപ്പത്തിന്റെ മുകളിൽ വെച്ചാലും നിന്റെ ഹൃദയത്തിൽ ആത്മാർത്ഥതയും സത്യവുമില്ലെങ്കിൽ നീ ഉണ്ടാക്കിയ അപ്പം പെസഹ അപ്പമാകുകയില്ല. പ്രിയപ്പെട്ട കുഞ്ഞെ, കർത്താവ് നിന്നോട് പറയുന്നത് ആത്മാർത്ഥതയും സത്യവുമാകുന്നു. ഈശോയുടെ ഹൃദയത്തിന് ചേർന്ന രീതിയിലുള്ള ആത്മാർത്ഥത പിതാവിനോടും പരസ്പരവും. ആ ആത്മാർത്ഥതയും സത്യവും നിന്റെ ഹൃദയത്തിലുണ്ടാകുമ്പോഴാണ് നിന്റെ ഭവനത്തിൽ പെസഹാപ്പം രൂപപ്പെടുന്നത്. അതുകൊണ്ട് നെഞ്ചിൽ കൈവച്ച് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, ഞാനൊരു പെസഹ അപ്പമായി മാറുമോ? എന്നിട്ട് തുടർന്ന് വായിക്കുകയാണ് 9 മുതൽ നമ്മെ പെസഹ അപ്പമല്ലാതെയാക്കി തീർക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പൗലോസ് എണ്ണി പറയുകയാണ്. 9 മുതൽ വായിച്ചേ. വ്യഭിചാരികളുമായി സമ്പർക്കമരുതെന്ന് മറ്റൊരു ലേഖനത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ. അതായത് നമ്മുടെ ഉള്ളിലെ അശുദ്ധി നമ്മെ പെസഹ അപ്പമല്ലാതെയാക്കി തീർക്കുന്നു. കണ്ണിന്റെ അശുദ്ധി, കാതിന്റെ അശുദ്ധി, ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളിലുള്ള അശുദ്ധി, ചിന്തകളിലും മോഹങ്ങളിലുമുള്ള അശുദ്ധി നമ്മെ പുളിച്ചപ്പമാക്കി മാറ്റുന്നു. അതാണ് ഒന്ന്. വ്യഭിചാരം എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് നമ്മെ ഒരു പുളിച്ചപ്പമാക്കി മാറ്റും. ഈശോ പുളിപ്പില്ലാത്ത അപ്പവും നമ്മൾ പുളിച്ച അപ്പവും, ഇത് രണ്ടും കൂടി ചേർത്ത് വെക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അടുത്തത് 10ാമത്തെ തിരുവചനം. ലോകത്തിലെ വ്യഭിചാരികളെയും അത്യാഗ്രഹികളെയും, അടുത്ത ഒരു പുളിപ്പിനെ കുറിച്ച് പൗലോസ് പറയുകയാണ്. അതാണ് അത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു പുളിപ്പ്. എത്ര കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല. അത്യാഗ്രഹമാണ്.
അത്യാഗ്രഹം പ്രിയപ്പെട്ടവരെ പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, പലതിന്റെ കാര്യത്തിലും നമുക്ക് അത്യാഗ്രഹം ഉണ്ടാകാം. എന്നെ എല്ലാവരും സ്നേഹിക്കണം എന്നൊരു അത്യാഗ്രഹമുണ്ട്. അതൊരു അത്യാഗ്രഹമാണ്. എല്ലാവരും നമ്മെ സ്നേഹിക്കാൻ പറ്റുമോ? എല്ലാവരും എന്നെ പ്രശംസിക്കണം, എല്ലാവരും എന്നെ മനസ്സിലാക്കണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നൊരാഗ്രഹം എന്താണ്? അത് നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ഒരാള് എന്റെ ഭർത്താവ് എന്നെ എല്ലായ്പ്പോഴും അംഗീകരിക്കണം, അല്ലേ? അതെന്താണ്? ചില നേരത്തൊക്കെ അംഗീകരിക്കാൻ പറ്റില്ല, ഇല്ലേ? അപ്പൊ അത് നേരത്തെ എന്ത് ചെയ്യണം? സഹിക്കണം. ഹല്ലേലൂയ. ഞാൻ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് വിജയം വരിക്കണം. അതെന്താണ്? അത്യാഗ്രഹം. നമ്മൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിജയം ഉണ്ടാകാറുണ്ടോ? ചില കാര്യങ്ങളിൽ നമുക്ക് ചില കുറവുകൾ, പരാജയങ്ങളൊക്കെ വരും. അന്നേരത്ത് അതെന്ത് ചെയ്യണം? സഹിക്കണം, കർത്താവിന് വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. അപ്പോൾ അത്യാഗ്രഹം, പിന്നെ പണത്തിന്റെ കാര്യത്തിലുള്ള അത്യാഗ്രഹം അവിടെ ഉണ്ട്, അവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് വസ്തുക്കളോടുള്ള അമിതമായ താല്പര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അത്യാഗ്രഹം എന്താണ്? എല്ലാ അർത്ഥത്തിലും ജീവിതത്തിന്റെ ഏത് മേഖലയിലും ആയിക്കൊള്ളട്ടെ, അത്യാഗ്രഹം എന്താണ്? ഒരു പുളിപ്പാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമത്തെ ഒരു പുളിപ്പിനെ കുറിച്ച് പൗലോസ് പറയുന്നത് എന്താണ്? ശരീരത്തിന്റെ അശുദ്ധികൾ പുളിപ്പാണ്. അത്യാഗ്രഹം എന്താണ്? പുളിപ്പാണ്. നമ്മൾ വിചാരിക്കരുത് എനിക്ക് ഒരു അത്യാഗ്രഹമില്ല, അത്യാഗ്രഹമുള്ളതൊക്കെ ബാക്കിയുള്ളവർക്കാണ്. അതും ഒരു പുളിപ്പാണ്. അതെന്താണ്? അഹങ്കാരം, അല്ലെ? കുറവുകളൊക്കെ ബാക്കിയുള്ളവർക്ക്. ഹല്ലേലൂയ. അപ്പോൾ അത്യാഗ്രഹികളെയും പിന്നെന്താണ് എഴുതിയിരിക്കുന്നത്? കള്ളന്മാരെയും. ആരാണ് കള്ളന്മാർ? മോഷ്ടിക്കുന്നവരാണ് കള്ളന്മാർ. നമ്മൾ എന്തെങ്കിലും മോഷ്ടിച്ചെടുക്കാറുണ്ടോ? ഇല്ല. ഒറീസയിൽ ചെന്നപ്പോ ചില ആളുകൾ പറയാറുണ്ട്, അച്ഛ അപ്പുറത്ത് ഞങ്ങളുടെ പറമ്പിൽ കിടന്നതല്ലാതെ അപ്പുറത്തെ പറമ്പിൽ കിടന്ന കുറച്ച് 2-3 കശുവണ്ടി വെറുതെ കിടക്കണ കണ്ടപ്പോ കശുവണ്ടി എടുത്തുകൊണ്ട് പോകുന്ന ഒരു പാപം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കശുവണ്ടിയുടെ സീസൺ ആയതുകൊണ്ട് പറഞ്ഞ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ മോഷ്ടിക്കലിനെ കുറിച്ച് അല്ല പ്രധാനമായിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് പലതും മോഷ്ടിച്ചെടുക്കുന്നുണ്ട്. അപരൻ അവകാശപ്പെട്ട ഒരു നടവഴി നീ അടച്ചു കെട്ടുമ്പോ നീ ഒരു മോഷ്ടാവാണ്. അപരനുകൂടെ അവകാശപ്പെട്ട ഒരു വെള്ളം, നിന്റെ കിണറ് നിന്റെയാണ്. ആ കിണറ്റിലെ വെള്ളം ഓക്കെ, കർത്താവ് നിനക്ക് തന്നതാണ്. അതിപ്പോ വേനൽക്കാലം ഒക്കെയാണ്, വെള്ളത്തിന് ഇപ്പൊ കുറവില്ലെങ്കിലും പൊതുവായിട്ട് അച്ഛൻ പറയാണ്. അപ്പോൾ ഈ വെള്ളം നിനക്ക് തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അപരന്റെ ഒരു അവകാശത്തെ നീ കവർന്നെടുക്കുകയാണ്. അപരന് കൊടുക്കേണ്ട ഒരു അംഗീകാരം നീ അപരന് കൊടുക്കാതെ, അപരന് കൊടുക്കേണ്ട ബഹുമാനവും ആദരവും നീ കൊടുക്കുന്നില്ല എന്ന് കരുതുക. അതിനു പകരം നീ അപരനെ നിന്ദിക്കുകയാണെന്ന് കരുതുക. നീ അപരന് അർഹിക്കുന്ന ആദരവ് കവർന്നെടുക്കുന്നൊരു മോഷ്ടാവാണ്. അല്ലെങ്കിൽ വേറൊരാൾക്ക് കിട്ടേണ്ട അംഗീകാരം നീ നിനക്ക് വേണ്ടി തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെന്താണ്? അതൊരു മോഷണമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കള്ളന്മാരും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ 3 പുളിപ്പുകളായി. അടുത്തത് ഏതാണ്? വിഗ്രഹാരാധകരെയും. ആരാണ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ചില സമയത്ത് നമ്മൾ ചില മനുഷ്യർക്ക് കൊടുക്കുന്ന സ്നേഹം കർത്താവിനേക്കാൾ കൂടുതലുള്ള സ്നേഹമാകുമ്പോൾ അതിനെ എന്താണ് പറയുന്നത്? വിഗ്രഹാരാധന എന്നാണ് പറയുന്നത്. മക്കൾ ദൈവത്തിന്റെ നീതിക്കും വിശുദ്ധിക്കും ചേരാത്ത രീതിയിൽ അവർ നടക്കുന്നു എന്ന് കരുതുക.
അപ്പോൾ നിങ്ങൾ മാതാപിതാക്കൾ ആ മക്കളെ ശാസിക്കുകയോ തെറ്റുതിരുത്തുകയോ ചെയ്യാതെ കൊച്ചെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങൾ ആ കുഞ്ഞിനെ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വത്തിനുപരിയായി സ്ഥാപിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും. അതെന്താണ്? ഒരു വിഗ്രഹാരാധനയാണ്. കൊച്ചു പള്ളിയിൽ ഓടി നടക്കുമ്പോൾ കൊച്ചുങ്ങളല്ലേ ഓടി നടക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇനി കൊച്ചു സീരിയല് നടക്കുമ്പോ ടിവിയുടെ മുമ്പിൽ കൂടെയാണ് ഓടി നടക്കുന്നതെങ്കിൽ നിങ്ങൾ സമ്മതിക്കും? ഒറ്റ അടി വെച്ചു കൊടുക്കും അല്ലേ? അടങ്ങിയിരിക്കണം. അപ്പൊ ശരി, ഹല്ലേലൂയ. പക്ഷെ പള്ളിയിൽ വന്ന് കൊച്ചു ഓടി നടന്ന കൊച്ചല്ലേ അച്ഛ, ഓടി നടക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ പലതരത്തിലുള്ള ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, അച്ഛ എനിക്ക് ഒരു പയ്യനുമായിട്ട് ഞാൻ പ്രണയത്തിലാണ്. അവൻ എന്നെക്കാളും 4 വയസ്സ് പ്രായം കുറവാണ്. പക്ഷെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്, ഞങ്ങൾ ഭയങ്കര ക്ലോസാണ്, ചങ്സാണ്. അപ്പൊ ഞങ്ങൾ ചങ്കാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇവൾക്ക് വേറൊരു വിവാഹാലോചന വന്നത്. വിവാഹാലോചന വന്നപ്പോ അവള് വിവാഹാലോചനയുമായി വന്ന ആളോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെയൊരു ചങ്കുണ്ട്, വിവാഹം കഴിഞ്ഞാലും നമ്മൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞാലും ആ ചങ്കുമായിട്ട് ഞാൻ ചങ്കായിട്ട് തന്നെ തുടരാനായിട്ട് സമ്മതമാണെങ്കിൽ നമുക്ക് വിവാഹം നടത്താം. അയാളുടെ പാട്ടിന് പോയി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ചില മനുഷ്യരെ അങ്ങനെ പല മേഖലകളില് കർത്താവിനേക്കാൾ ഉപരിയായി നമ്മൾ ആരെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുളിപ്പുള്ള മാവാണ്. നമ്മൾ നാളെ പെസഹ തിരുനാൾ ആഘോഷിക്കാൻ അർഹതയില്ലാത്തവരാണ്. മക്കളെ ആയിരിക്കാം, ജീവിത പങ്കാളിയെ ആയിരിക്കാം, ആരെ ആയിരിക്കാം, കാമുകനെ ആയിരിക്കാം, കാമുകയെ ആയിരിക്കാം. നീ ഒരു വിഗ്രഹാരാധനയുടെ തലത്തിലാണെങ്കിൽ നിനക്ക് പെസഹ അപ്പമാകാൻ കഴിയുകയില്ല. അടുത്തത് വായിച്ചോ, തുടർന്ന് വായിച്ചോ. പുറത്തു പോകേണ്ടി വരുമായിരുന്നു. 11. പ്രത്യുത സഹോദരനെന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗീയോ. അടുത്ത ഒരു പൊളിപ്പിനെ കുറിച്ച് പറയുകയാണ്. സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നവൻ, ബ്രദർ എന്ന് വിളിക്കപ്പെടുന്നവൻ, സിസ്റ്റർ എന്ന് വിളിക്കപ്പെടുന്നവൻ, സമൂഹത്തിൽ അംഗമായവൻ അസന്മാർഗികമായി ജീവിക്കുന്നുണ്ടെങ്കിൽ, ഇമ്മോറലായി ജീവിക്കുന്നുണ്ടെങ്കിൽ, അധാർമികമായി ജീവിക്കുന്നുണ്ടെങ്കിൽ, തെറ്റായ ജീവിത രീതികളിലൂടെയാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ അപ്പോൾ അസന്മാർഗിയോ അല്ലെ? അങ്ങനെയുള്ള ചില അസന്മാർഗികൾ യിൽ ചരിക്കുന്നവരുണ്ട്, കുടുംബജീവിതത്തിന്റെ അവിശ്വസ്തതകളിൽ കഴിയുന്നവരുണ്ട്, വിവാഹത്തിന് മുൻപ് തന്നെ ഒരുമിച്ച് താമസിക്കുന്നവരുണ്ട്, പലതരത്തിൽ തെറ്റായ ബന്ധങ്ങൾ ഫോണിലൂടെയുമൊക്കെ വെച്ച് പുലർത്തുന്നവരുണ്ട്, അസന്മാർഗികമായ ജീവിത രീതികളിൽ കഴിയുന്നവര്. അപ്പോൾ അസന്മാർഗികത നിന്നെ ഒരു പുളിച്ചപ്പമാക്കി മാറ്റുന്നു. തുടർന്ന് വായിച്ചേ. അത്യാഗ്രഹി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, വിഗ്രഹാരാധന പറഞ്ഞതാണ്, പരദൂഷകനോ അതാണ് അടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എണ്ണി നോക്കിയാൽ നമ്മൾ ഇപ്പോൾ എത്രണ്ണം പറഞ്ഞു? വ്യഭിചാരം, അത്യാഗ്രഹം, മോഷണം, വിഗ്രഹാരാധന, അസന്മാർഗികത, അടുത്തതായി 6ാമതായി പരദൂഷണം. നീ പരദൂഷണം പറഞ്ഞു നടക്കുന്ന ഒരാളാണെങ്കിൽ നിനക്ക് നാളെ പെസഹ അപ്പമായി തീരാൻ പറ്റുകയില്ല.
പക്ഷെ നമ്മൾ ഈ പെസഹാപ്പം ഉണ്ടാക്കുന്നതിനിടയിൽ തന്നെ ഒരു 10 പേരെ കുറിച്ച് കുറ്റം പറയും. ഇല്ലേ? അത് വേവിക്കാൻ വേണ്ടിയിട്ട് ആവി വെച്ചിരിക്കുന്ന ഒരു ഗ്യാപ്പുണ്ടല്ലോ. ആ ഗ്യാപ്പിൽ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പൊ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നീ ആവിക്ക് ഇത് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി ആവി കൊള്ളിക്കാൻ വേണ്ടി വെച്ചിട്ട് കസേരയിലിരുന്ന് പരദൂഷണം പറഞ്ഞാൽ നീ ഉണ്ടാക്കുന്ന അപ്പം എന്തപ്പമാകും? പുളിച്ചപ്പമാകും. അത് പെസഹ അപ്പം ആവുകയില്ല. എത്ര ഗുരുത്തോലിട്ടിട്ടും കാര്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നിന്റെ അടുത്ത് പരദൂഷണം പറയാനായിട്ട് ഒരു സംവിധാനം നമുക്കിപ്പോ ഉണ്ടല്ലോ. എന്താണ് ആ സംവിധാനം? ഹല്ലേലൂയ. ഇനി ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എങ്കിൽ പരദൂഷണം എങ്ങനെ പറയും? മെസ്സേജ് വിട്ടിട്ടെങ്കിലും പറയും. അപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് തിന്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, മറ്റുള്ളവരിൽ ഭിന്നതയും കലഹവും വിദ്വേഷവുമൊക്കെ പടർത്തുന്ന ഒരാളാണെങ്കിൽ, പ്രിയപ്പെട്ട കുഞ്ഞേ, നിനക്ക് പെസഹ അപ്പം ഉണ്ടാക്കാൻ പറ്റുകയില്ല. അപ്പൊ എന്തു വേണം? നിന്റെ ഉള്ളിലുള്ള പരദൂഷണം, പരനിന്ദയാണ് പരദൂഷണമായി മാറുന്നത്. നമ്മുടെ ഹൃദയത്തിൽ അപരനെ കുറിച്ചുള്ള ഒരു നിന്ദയുണ്ട്, പരനിന്ദ. ആ പരനിന്ദ അത് ചിലപ്പോൾ മാതാപിതാക്കളെ കുറിച്ചായിരിക്കാം, മക്കളെ കുറിച്ചായിരിക്കാം, ഭർത്താവിനെ കുറിച്ചായിരിക്കാം, അയൽക്കാരനെ കുറിച്ചായിരിക്കാം. ആരെ കുറിച്ചെങ്കിലും നിനക്ക് തിന്മ പറഞ്ഞ് പരത്താൻ തോന്നുന്നുണ്ടെങ്കിൽ അതെന്താണ്? നീ എങ്ങനെയുള്ള അപ്പമാണ്? പുളിച്ച അപ്പമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് പറയുകയാണ് പരദൂഷകനോ. അടുത്ത ഒരു പുളിപ്പാണ്, ഒന്ന് വായിച്ചേ. മദ്യപനോ, കള്ളനോ. കള്ളത്തരം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മദ്യപാനം നിന്നെ എന്താക്കി മാറ്റുന്നു? പുളിച്ച അപ്പമാക്കി മാറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നാളെ എങ്ങാനും കിട്ടാതിരുന്നാലോ, പെസഹ വ്യാഴാഴ്ച അവധി അല്ലെങ്കിലും ഇനി നാളെ എങ്ങാനും അവധിയായി പോയാലോ എന്ന് വിചാരിച്ച് ഇന്ന് സർക്കാർ സ്ഥാപനത്തിന്റെ മുൻപിൽ പോയി ക്യൂ നിൽക്കുന്നവരുണ്ട്. ഇല്ലേ? എടൂരൊരു സർക്കാർ സ്ഥാപനമുണ്ട്, ഉളിക്കൽ വേറൊരു സർക്കാർ സ്ഥാപനമുണ്ട്. പോസ്റ്റ് ഓഫീസിന്റെ അടുത്താണ് ആ സർക്കാർ സ്ഥാപനം. മനസ്സിലായില്ലേ? ഹല്ലേലൂയ. അപ്പോൾ മദ്യപിക്കുന്നവരാരാണ്? പ്രിയപ്പെട്ടവരെ, അച്ഛൻ കണ്ടിട്ടുണ്ട്. അച്ഛന്റെ നാട്ടില് ഇന്നലെ വരെ അച്ഛന്റെ ഇടവകയിൽ ധ്യാനമായിരുന്നു. അവിടെ വെച്ച് പറയാൻ മറന്നുപോയി. അവര് ചിലരെങ്കിലും ഇന്ന് കേട്ടുക്കുന്നുണ്ട്. ഈ ഈശോയുടെ നമ്മുടെ ഇവിടെയുള്ള പാസ്കൽ രൂപം പോലെ അവിടെ പണ്ട് മുതലേ പാസ്കൽ രൂപവും എറണാകുളം ഭാഗത്തൊക്കെ നഗരി കാണിക്കൽ എന്ന് പറയുന്ന പ്രദക്ഷിണമുണ്ട്. നഗരി കാണിക്കൽ എന്ന് പറയുന്ന പ്രദക്ഷിണം വളരെ കേമമാണ്. ഈശോയുടെ ആ പാസ്കൽ രൂപം നമ്മുടെ ഈ അൾത്താരയിൽ സൂക്ഷിച്ചിട്ടുള്ള ദുഃഖവെള്ളിയാഴ്ച മാത്രം നമ്മൾ പുറത്ത് പൊതു വണക്കത്തിന് വേണ്ടി വയ്ക്കുന്ന പാസ്കൽ രൂപം വളരെ മനോഹരമായി നമ്മൾ അലങ്കരിക്കുന്നത് പോലെയൊക്കെ അലങ്കരിച്ച് 2-3 കിലോമീറ്റർ ഈ പാസ്കൽ രൂപവും പിടിച്ചുകൊണ്ട്, ആ മഞ്ചം നല്ല വെയിറ്റുള്ള മഞ്ചമാണ്, നല്ല കട്ടിയുള്ള രൂപമാണ്. ഈ നല്ല ആരോഗ്യമുള്ളവർക്ക് ഇത് പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ രൂപം പിടിച്ചുകൊണ്ട് നടക്കുന്നതിന് ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് മദ്യപിച്ച് വന്നിട്ട് ഈ രൂപം പിടിക്കുന്ന ആളുകളെ അച്ഛൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നീ മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ, അങ്ങനെ മദ്യപിക്കുന്ന ആരും എന്തായാലും തീർച്ചയായും ഇന്നിവിടെ ഇല്ല എന്നച്ഛൻ കരുതുകയാണ്. എങ്കിലും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയാണ്. മദ്യപാനം ഒരു മനുഷ്യനെ പുളിച്ച അപ്പമാക്കി മാറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നിന്റെ ഭർത്താവാകാം, മകനാകാം, പിതാവാകാം, സഹോദരനാകാം, ആണുങ്ങളാകാം, പെണ്ണുങ്ങളാകാം, ആരും ആയിക്കൊള്ളട്ടെ.
മദ്യപാനം അത് ചെറിയ അളവിലാണെങ്കിലും അത് വലിയ അളവിലാണെങ്കിലും അത് നിന്നെ ഒരു പുളിച്ച മാവാക്കി മാറ്റുമെന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ 7 പുളിപ്പുകളെ കുറിച്ചാണ് പൗലോസ് ഈ വചനഭാഗത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവാകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവിൻ. നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കേണ്ടവരാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഇത്രയും മതി. നാളെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ നമ്മെ തന്നെ ആദ്യം കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 1-ാം ലേഖനത്തിന്റെ 11-ാം അധ്യായം 27 മുതലുള്ള തിരുവചനങ്ങളിൽ പൗലോസ് പറയുകയാണ്, 1 കൊറിന്തോസ് 11:27 മുതൽ, തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് അയോഗ്യത? അയോഗ്യതയോടെ ഭക്ഷിച്ചാൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് അയോഗ്യത? നമ്മുടെ ഹൃദയത്തിൽ പുളിപ്പുണ്ടായിരിക്കുക എന്നതാണ് അയോഗ്യത. നേരത്തെ പറഞ്ഞ 7 പുളിപ്പുകളും മറ്റു പല പുളിപ്പുകളും എന്തൊക്കെയാണ്? അസന്മാർഗികതയും വ്യഭിചാരവും മോഷണവും അത്യാഗ്രഹവും വിഗ്രഹാരാധനയും പരദൂഷണവും മദ്യാസക്തിയും ഒക്കെ ആയിട്ടുള്ള, പിന്നെ കലഹവും കോപവും ക്രോധവും വിദ്വേഷവും അസൂയയും അഹങ്കാരവും ഒക്കെയുള്ള ഹൃദയം. ഈ ഹൃദയം എങ്ങനെയുള്ള ഹൃദയമാണ്? അയോഗ്യതയുള്ള ഹൃദയമാണ്, പുളിച്ച ഹൃദയമാണ്. ഈ പുളിച്ച ഹൃദയത്തെയാണ് അയോഗ്യത എന്ന് പൗലോസ് വിളിക്കുന്നത്. അപ്പൊ പൗലോസ് പറയാണ്, ആരെങ്കിലും അയോഗ്യതയോടെ, അല്ലാതെ വീട്ടിൽ നിന്ന് ആരെങ്കിലും മരിച്ചുപോയതല്ല അയോഗ്യത. ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ വർഷം ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ പെസഹ അപ്പം ഉണ്ടാക്കാൻ പാടില്ല. വീട്ടിൽ നിന്ന് ഒരാൾ മരിച്ചുപോയതൊരു അയോഗ്യതയാണോ? വചനം പഠിപ്പിക്കുന്നില്ല, സഭയെ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നൊന്നുമില്ല. വീട്ടിൽ നിന്ന് അപ്പച്ചൻ മരിച്ചുപോയത് ഒരു അയോഗ്യതയാണോ? അമ്മിച്ച് മരിച്ചുപോയത് അയോഗ്യതയാണോ? ഭർത്താവ് മരിച്ചത് നമ്മുടെ ഒരു അയോഗ്യതയാണോ? അല്ല. അയോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ പാപമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ്, നിങ്ങൾ വിധവയായിട്ടുണ്ടെങ്കിൽ ആരോ പറയുന്ന കേട്ടു പെസഹാപ്പ് ഉണ്ടാക്കാൻ പാടില്ല. എവിടെ നിന്ന് കിട്ടണമെന്നാണ് ഓരോ പഠിപ്പുകൾ. ഓരോരുത്തർ തോന്നുന്നത് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അയോഗ്യരാകാൻ, അപ്പോൾ നമുക്ക് പാരമ്പര്യങ്ങളും ഒക്കെ ഉണ്ടാകാം, പക്ഷെ അത് വചനത്തോട് ചേർന്ന് പോകുന്നതും വചനത്തിന്റെ ചൈതന്യവുമായി ചേർന്ന് പോകുന്നതുമായിരിക്കണം. അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്തു ചെയ്യും? നമ്മുടെ ഉള്ളിൽ ഈ നേരത്തെ പറഞ്ഞ എന്തുണ്ട്? നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ഈ പറഞ്ഞ 7ഉം പിന്നെ അതിന്റെ ഗുണമായിട്ടുള്ള 7-70 നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. അപ്പൊ നമ്മള് ഈ അപ്പം ഉണ്ടാക്കാൻ പറ്റുമോ?
അപ്പോൾ 28-ാമത്തെ തിരുവചനം, അതിനുള്ള ഉത്തരം കൂടി പറഞ്ഞച്ഛൻ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് അത് വായിക്കുന്നത്. 28, 1 കൊരിന്ത്യർ 11:28. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. കൈയടിച്ച് കർത്താവിന് നിന്ന്. ഓരോരുത്തരും ഈ ആത്മശോധന ചെയ്യുന്നതിന്റെ പേരെന്താണ്? വെരി ഗുഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഓരോരുത്തരും അവനവനെ തന്നെ പരിശോധിച്ച് അവനവനെ തന്നെ വിശുദ്ധീകരിക്കുന്നതിന്റെ പേരാണ് സഹോദരി പറഞ്ഞത് കുംഭസാരമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുമ്പസാരിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ഉള്ളിലുള്ള ഈ അശുദ്ധികളും ഈ തിന്മകളും ഈശോയുടെ കുരിശുമരണത്തിന്റെ യോഗ്യതകളാൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് ഇതൊന്നുമില്ലാത്ത, ഈ പാപത്തിന്റെ കറകളില്ലാത്ത ഒരു പെസഹ അപ്പമായി ഞാൻ മാറിക്കൊണ്ട് ഈ പെസഹ ആഘോഷിക്കാൻ വേണ്ടിയാണ് കുംഭസാരമെന്ന കൂദാശയുള്ളത്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അങ്ങനെ നമ്മെ കഴുകി വിശുദ്ധീകരിച്ചിട്ട് മാത്രമേ ഈശോ ശിഷ്യന്മാരെ ഭക്ഷിക്കാനിരുത്തിയുള്ളൂ. ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത് ഈ ആത്മശോധനയുടെയും ഈ വിശുദ്ധീകരണത്തിന്റെയും ഒരടയാളമായിട്ടാണ്. ഈശോ പറഞ്ഞു, ഞാൻ നിന്റെ ഈ കാല് കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോടുകൂടെ ഭക്ഷിക്കാൻ പറ്റില്ല, പങ്കുണ്ടാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ തുരുത്തിപ്പുറത്തെ കൺവെൻഷൻ ഓൺലൈനിൽ കൂടിയവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്താവും. കുറച്ചധികം പേരുണ്ട്. അപ്പോൾ അച്ഛൻ അവിടെ പങ്കുവെച്ചത് ഈശോ കാല് കഴുകിയത് ഈ ഹൃദയത്തിലെ കറകൾ ഓരോന്ന് എടുത്തു കളയാൻ വേണ്ടിയാണ് എന്നതിന്റെ കുറച്ച് ഭാഗമാണ്. ഒരു 10-20% ആണ് പങ്കുവെച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് 29-ാമത്തെ തിരുവചനം എന്തുകൊണ്ടെന്നാൽ, ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. ശരീരത്തെ വിവേചിച്ചറിയുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ ശരീരത്തെ വിവേചിച്ചറിയണം, സ്വന്തം ശരീരത്തെ വിവേചിച്ചറിയണം. അങ്ങനെ വിവേചിച്ചറിയാതെ ഇത് അഴുക്കില്ലാത്ത ശരീരമാണെന്ന് വിവേചിച്ചറിയണം, ഇത് അഴുക്കുള്ള ശരീരമാണെന്ന് വിവേചിച്ചറിയണം. എന്നിട്ട് ഈ അഴുക്കുള്ള ശരീരത്തെ കുംഭസാരമെന്ന കൂദാശയിലൂടെ അഴുക്കില്ലാത്ത ശരീരമാക്കി മാറ്റണം. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. അതാണ് വിവേചിച്ചറിയുക എന്ന് പറയുന്നത്. അങ്ങനെ വിവേചിച്ചറിയാതെ നമ്മൾ നമ്മുടെ പാപങ്ങൾ കൊണ്ട് തന്നെ, പാപങ്ങളിൽ തന്നെ ആയിരുന്നു കൊണ്ട് ആ അപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്താൽ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമുക്ക് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അതിന്റെ ഒരു ഉദാഹരണമാണ് പാപത്തെ വെറുത്തുപേക്ഷിക്കാതെ യൂദാസ് അന്ത്യത്താഴ വേളയിൽ ആ അപ്പം ഭക്ഷിച്ചപ്പോൾ ആര് അവന്റെ ഉള്ളിൽ പ്രവർത്തിച്ചു? സാത്താൻ പ്രവർത്തിച്ചു. അവൻ എങ്ങോട്ടിറങ്ങിപ്പോയി? പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പുറത്തപ്പോൾ എന്തായിരുന്നു? അന്ധകാരമായിരുന്നു. അവൻ ഈ അപ്പം ഭക്ഷിച്ചിട്ട് അന്ധകാരത്തിലേക്ക് ഇറങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മളെ തന്നെ പെസഹ അപ്പമാക്കി മാറ്റാതെ പുളിപ്പില്ലാത്ത അപ്പത്തെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പോകുന്നത് അന്ധകാരത്തിലേക്കാണ്. ഹല്ലേലൂയ,
അതുകൊണ്ട് ആത്മീയ ജീവിതത്തിന്റെ ഓപ്ഷൻ ഇല്ലാത്ത ഒരു ഘടകമാണ് പാപത്തെ വെറുത്തുപേക്ഷിക്കുക എന്നത്. അത് നമ്മുടെ ഹൃദയത്തിലുള്ള ഏത് മൂലപാപങ്ങളായിക്കൊള്ളട്ടെ, ലഘുപാപങ്ങളായിക്കൊള്ളട്ടെ, ഗൗരവമാരകപാപങ്ങളായിക്കൊള്ളട്ടെ, ഈ പാപത്തെ വെറുത്തുപേക്ഷിക്കാതെ ഈ അപ്പം സ്വീകരിക്കുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പോകുന്നത് വെളിച്ചത്തിലേക്കല്ല, അന്ധകാരത്തിലേക്കാണ്. അച്ഛൻ ആവർത്തിച്ച് പറയട്ടെ, നാളെ പെസഹ അപ്പത്തിന്റെ തിരുനാളാണ്. പെസഹ അപ്പമായി മാറേണ്ടത് ഞാനാണ്. ഞാനൊരു പെസഹ അപ്പമായി, ഞാനൊരു പുളിപ്പില്ലാത്ത മാവും ഞാനൊരു പുളിപ്പില്ലാത്ത അപ്പവുമായി തീരുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. 31-ാമത്തെ തിരുവചനം, നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു. അത്രയും മതി. നമുക്ക് കണ്ണുകളടക്കാം.